എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചനാണ്. നമ്മൾ ലൈവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഒരുപാട് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്, ചെയ്ത സപ്പോർട്ടിനുമൊക്കെ. പിന്നെ ഇപ്പോൾ ഇന്ന് പല എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വന്നല്ലേ. അപ്പോൾ അതൊക്കെ കണ്ട് നാമെല്ലാം അതൊക്കെ കണ്ടു. പക്ഷേ ആ ഫലങ്ങൾ 4-ാം തീയതിയാകുമ്പോൾ എങ്ങനെയാകും എന്നുള്ളത് ഒന്ന് കണ്ടറിയണം. എൻ്റെ അഭിപ്രായത്തിൽ 3-ാം പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഞാനും ഇതുപോലെ തന്നെ നമ്മളുടെ ചാനലൊക്കെ പോയിട്ട് ഒരു സർവേ ഒക്കെ ഞങ്ങളും എടുക്കുകയുണ്ടായി. പക്ഷേ നമ്മൾ പല ഭാഗങ്ങളിലും, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയിട്ട് സംസാരിച്ചപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ, സാധാരണക്കാരായ ആളുകളുടെ, പാവപ്പെട്ട ആളുകളുടെ, അതുപോലെ യുവാക്കളുടെ, യുവതികളുടെ, അതുപോലെ ബിസിനസ്സുകാരുടെ, അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ, അങ്ങനെ എല്ലാ മേഖലകളിലെ ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ച് അവരുമായിട്ടൊക്കെ നമ്മൾ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഒരു 75% ആൾക്കാരും LDF സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചത്, പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ UDFന് അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞത് ഇതുപോലെ തന്നെയായിരുന്നു, UDF അധികാരത്തിൽ വരുമെന്നായിരുന്നു. എന്നാൽ അതെല്ലാം തെറ്റിയില്ലേ. അതുപോലെ തന്നെ ഇപ്രാവശ്യവും എൻ്റെ കാഴ്ചപ്പാടിൽ 3-ാം പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നു. കാരണം നമ്മളും സാധാരണക്കാരായ ആൾക്കാരോടൊക്കെ പോയി സംസാരിച്ച് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരോടും, അതായത് സാധാരണക്കാരായ ആൾക്കാർ, ബിസിനസ്സുകാർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, പാവപ്പെട്ടവർ, അങ്ങനെയുള്ള എല്ലാ കാറ്റഗറികളും, വണ്ടി ഓടിക്കുന്ന സാധാരണ ജനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു 3-ാം പിണറായി സർക്കാർ, LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്ന് വിശ്വസിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം LDFന് എതിരായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു LDF സർക്കാർ ഏതാണ്ട് 85 മുതൽ 90 സീറ്റ് വരെ നേടി വീണ്ടും 3-ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം LDF സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ 2 ടേമായിട്ട് ഈ 10 വർഷം കൊണ്ട് ചെയ്തു തന്നിട്ടുണ്ട്. അത് മറന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതായത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മളുടെ, ഉദാഹരണം ഞാൻ കുറേ കാര്യങ്ങൾ പറയാം. നമ്മളുടെ പഴയ സ്കൂള്, ഗവൺമെൻറ് സ്കൂളൊക്കെ ഒന്ന് നോക്കണം. അന്നത്തെ ഗവൺമെൻറ് സ്കൂള് വെറും 4 ചുവരുകൾ, ഇങ്ങനെ 4 കാലുകളൊക്കെ വെച്ച് അതിനകത്ത് കഴിഞ്ഞുകൂടിയ ഏതാണ്ട് ഒരു 10 വർഷം മുമ്പുള്ള കാഴ്ചപ്പാട് നോക്കിയാൽ മതി. അതൊക്കെ മാറി ഇന്ന് വലിയ ഹൈടെക് സ്കൂളുകൾ വരെ നമ്മുടെ കേരളത്തിൽ. എത്ര സ്കൂളുകൾ ഇന്ന് ഗവൺമെൻറ് സ്കൂളുകൾ കണ്ടു കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളിനെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള ഉന്നതിയിലേക്കാണ് വന്നിരിക്കുന്നത്. ലൈവിലെ കോളുകൾ വരുന്നുണ്ട്. ദയവേത് ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ലൈവിൽ വരുമ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ വന്ന് ലൈവ് ഈ കോള് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മുടെ സ്കൂളുകൾ മാത്രമല്ല,
നമ്മളുടെ കോളേജുകൾ, മറ്റ് പ്രൊഫഷണൽ കോളേജുകൾ, അങ്ങനെ ഒരുപാട് സ്കൂള്, കോളേജ് എല്ലാം എത്ര മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇന്ന് പ്രൈവറ്റ് സ്കൂളിനെയൊക്കെ കവച്ചു വെച്ചിരിക്കുന്ന എത്ര സ്കൂളുകൾ ഈ 10 വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ എന്തേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റോഡുകളുടെ നമ്മുടെ ഉൾനാടൻ റോഡുകൾ പോലും എന്തേറെ മാറ്റങ്ങൾ വന്നു. ഒരുപാട് 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 വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടിട്ട്, അതൊക്കെ ആസ്വദിച്ചിട്ട്, അതൊക്കെ നേടിയിട്ട് LDFനെതിരെ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതുമാത്രമല്ല, നമ്മളുടെ ആരോഗ്യ മേഖല, പലപ്പോഴും നമ്മൾ ആരോഗ്യ മേഖലയൊക്കെ കളിയാക്കുന്നൊക്കെയുണ്ട്. ശരിക്കും നമ്മളുടെ ആരോഗ്യ മേഖല ലോകോത്തര നിലവാരത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, നമുക്കറിയാം, പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന കോവിഡ്. ശരിയല്ലേ? കോവിഡ് നാം ഒക്കെ പേടിച്ച് വിറച്ച് നിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. കോവിഡ് സമയത്തൊക്കെ അന്ന് മുൻപന്തിയിൽ നിന്ന് നയിച്ചത് ഈ LDF ഗവൺമെന്റാണ്. അതിന് നേതൃത്വം നൽകിയത് സഖാവ് പിണറായി വിജയനാണ്. കേരളത്തിന്റെ ക്യാപ്റ്റൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇരട്ടച്ചങ്കൻ. അത്രയ്ക്ക് ധീരമായ നിലപാടെടുത്ത് എല്ലാ കാര്യങ്ങളിലും ചടുലമായ നീക്കങ്ങൾ നടത്തി കേരളത്തെ കൈപിടിച്ചുയർത്തിയ ഒരു ധീര നേതാവാണ്. ആരുടെയും മുമ്പിൽ മുട്ടുമടക്കത്തില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഒരു കോംപ്രമൈസിനും തയ്യാറാകില്ല. ആര് വന്നാലും പേടിക്കില്ല. ചങ്കൂറ്റം. അതാണ് അദ്ദേഹത്തെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്നത്, ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത്. ലീഡർഷിപ്പ്. ഇത്രയും ലീഡർഷിപ്പ് ഉള്ള ഒരു നേതാവ് ഈ അടുത്ത കാലത്തെങ്ങും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും കേരളത്തിൽ നിന്ന് LDF അധികാരത്തിൽ നിന്ന് മാറിയാൽ നഷ്ടം ശരിക്കും ഇവിടെയുള്ള ജനങ്ങൾക്ക് തന്നെയാണ്. കാരണം ഇത്രയും വികസനങ്ങൾ ചെയ്തിട്ട് LDF ഗവൺമെന്റ് ഈ 10 വർഷം 2 ടേമായിട്ട് ചെയ്തിട്ട് ഇത് കണ്ടില്ല എന്ന് നടിച്ചാൽ അത് ശരിക്കും മണ്ടത്തരമെന്നേ എനിക്ക് പറയാൻ വാക്കുകളുള്ളൂ. എൻ്റെ അഭിപ്രായം കേട്ടോ, എൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വിപരീതമായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ ചിലത് തുറന്നു പറയും. ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ 10 വർഷം കൊണ്ട് നമ്മുടെ സ്കൂള്, കോളേജ്, ആരോഗ്യ മേഖലകളെല്ലാം ഒരുപാട്, ഇപ്പം ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, നമ്മുടെ മെഡിക്കൽ കോളേജൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ 1-2 ചിലപ്പം പിഴവുകൾ പറ്റും. അപ്പോൾ എന്താണ്, പ്രതിപക്ഷമൊക്കെ അതെടുത്ത് ഉയർത്തി കാട്ടി ആകെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ മൊത്തത്തിൽ നമ്മളുടെ ഇന്നത്തെ സർക്കാർ ആശുപത്രികൾ, സർക്കാർ സ്കൂളുകൾ, സർക്കാർ കോളേജുകൾ ഒക്കെ എത്ര നിലവാരത്തിലായി. ഇന്ന് പ്രൈവറ്റ് സ്ഥാപനങ്ങളെ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ വെല്ലുന്ന തരത്തിലുള്ള നല്ല എല്ലാവിധ അത്യാധുനിക സജ്ജീകരണങ്ങളോടും കൂടിയ ഹോസ്പിറ്റലുകൾ നമുക്കുണ്ട്. മെഡിക്കൽ കോളേജുകൾ, ജില്ല, അങ്ങനെ ഒരുപാട്. എന്തിന് സാധാ നമ്മുടെ നാട്ടിലുള്ള സാധാ ക്ലിനിക്ക് പോലും ഗവൺമെന്റ് സാധാ ഹോസ്പിറ്റൽ, നാട്ടിലുള്ള ഉൾനാടൻ പ്രദേശത്തുള്ള ഹോസ്പിറ്റലുകൾ പോലും എത്ര നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും നമുക്കതിൻ്റെ വില ആകണമെങ്കിൽ നമ്മൾ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്നിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ. ഇന്ന് ഇപ്പം എൻ്റെ നാട്ടിൽ ഞാൻ പറയാം, വെളിയനാട് ഏതാണ്ട് 4 ഡോക്ടറോളം, 3-4 ഡോക്ടറോളം നല്ല രീതിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ്. ഒരു വ്യക്തി പോലും, രാഷ്ട്രീയ ഭേദമന്യേ ഒരു വ്യക്തി പോലും നമ്മളുടെ വെളിയനാട് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ സേവനങ്ങളെയോ സർക്കാർ സേവനങ്ങളെയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെയോ തള്ളിപ്പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞാൻ എൻ്റെ നാടിനെ എടുത്ത് പറയുന്നത്, എൻ്റെ നാട്ടിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. പിന്നെ സ്ഥലപരിമിതികളുള്ളതുകൊണ്ട്, ഹോസ്പിറ്റലിന് സ്ഥലപരിമിതികളുള്ളതുകൊണ്ട് ചില ഇതൊക്കെ പോരാ, അതുണ്ട്, സമ്മതിച്ചു. പക്ഷേ ചികിത്സയുടെ കാര്യത്തിലുമൊക്കെ നല്ല രീതിയിൽ നല്ല ഡോക്ടർമാർ, എന്തിന് അവിടുത്തെ ലേഡി ഡോക്ടർ ആയിക്കോട്ടെ, ജെൻസ് ഡോക്ടർ ആയിക്കോട്ടെ, എല്ലാവരും എന്തിനാ ലേഡി ഡോക്ടറിൻ്റെയൊക്കെ അടുത്ത് ചെന്ന് നമ്മൾ ചികിത്സിക്കുമ്പോൾ, എൻ്റെ അമ്മച്ചിയെ കൊണ്ടൊക്കെ ഞാൻ മിക്കവാറും പോകാറുണ്ട് പ്രഷർ നോക്കാനൊക്കെ. അപ്പോൾ എത്ര നല്ല രീതിയിലാണ് അവർ പെരുമാറുന്നത്. അമ്മച്ചിയൊക്കെ അടുത്തിരുത്തി അമ്മച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് എന്ന് വെച്ചാൽ വളരെ കെയർ ചെയ്ത്, അങ്ങനത്തെ ഒരു
രീതിയിലാണ് ഇന്ന് നമ്മുടെ സർക്കാർ ആശുപത്രിയൊക്കെ പ്രവർത്തിക്കുന്നത്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഞാൻ അമ്മച്ചിയും കൊണ്ടൊക്കെ അവിടെ പോയിട്ട് പ്രഷറിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അപ്പം അത്രയ്ക്ക് നല്ല സേവനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എനിക്കാണേലും പനിയോ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോകുന്നത്. നല്ല സേവനങ്ങളാണ് ഇന്ന് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നത്. പിന്നെ നമ്മളുടെ ഇന്നത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾ തന്നെ നോക്ക്, എന്തേലും മാറ്റങ്ങളല്ലേ, നല്ല നല്ല സൗകര്യങ്ങളോടുകൂടി. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് കാണാതെയൊക്കെ ഇരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ അതുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ചിലപ്പം എങ്ങനെയാണ് ഇതിങ്ങനെ സർവേ നടത്തി കിട്ടിയതെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ അവർ പ്രവചിക്കുന്നത് ശരിയായിരിക്കാം. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഈ ചെയ്ത നന്മകൾ കണ്ടില്ല എന്ന് ജനങ്ങൾക്ക് നടിക്കാൻ പറ്റുമോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ പെൻഷൻ അല്ലേ, 600 രൂപ പോലും കൊടുക്കാൻ പറ്റാതിരുന്ന സ്ഥലത്തു നിന്നൊക്കെ ഉയർത്തിക്കൊണ്ട് വന്ന് ഇന്ന് 2000 രൂപ വരെ ഒരാളുടെ അക്കൗണ്ടിലേക്ക് പ്രായമുള്ള അച്ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും അക്കൗണ്ടുകളിലേക്കൊക്കെ വരാൻ തുടങ്ങി അല്ലേ. വീട്ടിലെ ജോലിയില്ലാതൊക്കെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഒരു കൈസഹായമൊക്കെ കിട്ടുന്നുണ്ട്, ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല ജനങ്ങൾ വോട്ട് മാറ്റി ചെയ്യുമെന്ന്, മാറ്റി കുത്തുമെന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ LDF സർക്കാർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, 600 രൂപ പോലും കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു കാലത്ത് നിന്നാണ് ഈ സർക്കാർ കടന്നു വന്നത്. അങ്ങനെ ആദ്യത്തെ ടേം കഴിഞ്ഞു, രണ്ടാമത്തെ ടേം കഴിഞ്ഞു, 10 വർഷം കേരളം ഭരിച്ചു LDF സർക്കാർ. എത്ര നല്ല രീതിയിലാണ് ഭരിച്ചത്. എല്ലാ പെൻഷനും കൊടുത്തു തീർത്തില്ലേ എല്ലാവർക്കും? നിങ്ങൾ തന്നെ ഓർത്ത് നോക്കി, ഇത് കാണുന്ന നിങ്ങൾക്കെല്ലാ വീടുകളിലും അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും പെൻഷൻ കിട്ടുന്നില്ലേ? മുടങ്ങാതെ കിട്ടുന്നില്ലേ? എത്ര അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും കണ്ണീരാണ് മാറിയത്. അപ്പം ചിലർ ചോദിക്കും, ഇത് ഗവൺമെൻറ് തരേണ്ട ഞങ്ങളുടെ ആനുകൂല്യമാണ്. ശരിയാ, ഈ ആനുകൂല്യങ്ങൾ മുമ്പുണ്ടായിരുന്ന സർക്കാർ തന്നിട്ടുണ്ടോ? ഇപ്പോഴത്തെ സർക്കാർ എല്ലാ കുടിശ്ശികകളും തീർത്തല്ലേ തന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ KSRTC തന്നെ ആയിക്കോട്ടെ, ലാഭത്തിൽ വന്നില്ലേ? നഷ്ടത്തിൻ്റെ പടുകുഴിയിൽ കിടന്നിരുന്ന KSRTCയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്ന് നല്ല രീതിയിൽ നല്ല നിലവാരത്തിലെത്തിച്ചു. ഇന്ന് എത്ര വണ്ടികളാണ്, നല്ല അടിപൊളി ഹൈടെക് വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഇന്ന് നമ്മുടെ കേരളത്തിൽ. മന്ത്രി ഗണേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ സർക്കാരിൻ്റെ ഏത് മേഖലയായിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, ആരോഗ്യ മേഖലയായിക്കോട്ടെ, ഗതാഗതമായിക്കോട്ടെ, ഏത് മേഖലയായിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. ശരിയല്ല ഞാൻ പറയുന്നത്? ശരിയല്ല, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വോട്ടെല്ലാം പെട്ടിയിൽ വീണു. ഇനി 4-ാം തീയതി വോട്ടെണ്ണും. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്തത് നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ വരാം. കോവിഡ് അല്ലേ, കോവിഡ് സമയത്തൊക്കെ എല്ലാവരും ഭയന്ന് വിറച്ചല്ലേ, ഞാൻ ഉൾപ്പെടെ, നിങ്ങളെല്ലാവരും അല്ലേ, പേടിച്ചരണ്ട് ആകെ എന്താകും നമ്മളുടെ നാടിൻ്റെ അവസ്ഥ, ആരൊക്കെ നാളെ ജീവിച്ചിരിക്കും, നമ്മളിൽ നിന്ന് എത്ര പേര് വേർവിട്ട് പോകും എന്നൊക്കെ ഭയന്ന് വിറച്ച് ആളുകളൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിലൊക്കെ ഒരുപാട് പേര് ഈ ആംബുലൻസ് വന്ന് അവർ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ നിലവിളിച്ച് അലറിക്കൊണ്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആരോഗ്യവകുപ്പ് വന്നിട്ട് കോവിഡാന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ നിലവിളിച്ച് കരയുന്ന, ഇനി ഞാൻ തിരിച്ചെത്തുമോ എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആംബുലൻസിൽ കയറിപ്പോയി. അവരൊക്കെ ഇന്നും തിരിച്ചു വന്ന് നല്ല ചികിത്സ കിട്ടി അവർ തിരിച്ചു വന്ന് ആരോഗ്യത്തോടെ ഇന്നും ജീവിക്കുന്നുണ്ട്. അതൊക്കെ ദൈവാനുഗ്രഹമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല മെഡിസിനും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കോവിഡ് സമയത്തൊക്കെ നമ്മളുടെ ആരോഗ്യവകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് സഖാവ് പിണറായി വിജയനാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും നടത്തിയത്. പിന്നെ അന്നത്തെ ആരോഗ്യമന്ത്രിയായ ശ്രീമതി ടീച്ചറിൻ്റെ പാഠവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവർ ഭയങ്കര നല്ല ഒരു സർവീസ് തന്നെ ആ സമയത്ത് കാഴ്ചവെച്ചു. ശ്രീമതി ടീച്ചറും ഒക്കെ നല്ല രീതിയിൽ. പിന്നെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ച് കൃത്യമായി അവലോകനം നടത്തിയിരുന്നു. അതായത് ഉദ്യോഗസ്ഥർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തിരുന്നു, ആരോഗ്യവകുപ്പിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തിരുന്നു. അങ്ങനെ നല്ല ട്രീറ്റ്മെൻറ്റും പിന്നെ ജനങ്ങൾക്ക് നല്ല ഒരു മനോധൈര്യവും ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം
ലീഡർഷിപ്പ് വഹിച്ചതിൻ്റെ ഫലമായിട്ട് ലോകരാഷ്ട്രങ്ങൾ തന്നെ ഭയന്നു വിറച്ച അമേരിക്ക പോലും ഈ പറഞ്ഞ കോവിഡിന്റെ മുമ്പിൽ വിറച്ചു തുള്ളിയപ്പോൾ നമ്മളുടെ കൊച്ചു കേരളം വളരെ മാതൃകാപരമായിട്ട് കേരളത്തെ മുന്നോട്ട് നയിച്ച, ഈ കോവിഡ് പ്രതിരോധത്തിലൊക്കെ മുന്നോട്ട് നയിച്ച ഒരു ഗവൺമെൻറ്റാണ് നമ്മളുടെ സർക്കാർ. 10 വർഷം അതൊക്കെ കാണാതെ ജനങ്ങൾ വോട്ട് ചെയ്യുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ 2 ടൈം ആയതുകൊണ്ട് മാറി ചിന്തിക്കുമോ, അതൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്നത് കിട്ടിയ ആനുകൂല്യങ്ങൾ ആസ്വദിച്ചിട്ട് അത് കണ്ടില്ല എന്ന് നടിച്ച് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് വികസനങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ 10 വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന് നേതൃത്വം വഹിച്ചത് സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. പല പ്രതിസന്ധികളും അദ്ദേഹത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം പതറിയിട്ടില്ല. പിന്നെ നമുക്കറിയാം ഉരുളുപൊട്ടലും കാര്യങ്ങളും ഒക്കെ വയനാട്ടിൽ നടന്നത്, പ്രകൃതിക്ഷോഭങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പേടിച്ചരണ്ട് നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ വിറച്ചു നിന്നപ്പോൾ നമ്മളുടെ നേതാവായിരുന്ന നമ്മളുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ രീതിയിലും ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ആലോചിച്ച് അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് എത്ര വീടുകൾ ഇവിടെ LDF സർക്കാർ നിർമ്മിച്ചു നൽകി. പല സംഘടനകളും അതൊക്കെ പിരിച്ചിട്ട് അത് വീട് പോലും ഇന്ന് വരെ ഒരു വീട് പോലും വെച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ആളുകളൊക്കെ ഉണ്ട്. എന്നാലേ LDF സർക്കാർ അവിടെ വീടുകളൊക്കെ വെച്ചു കൊടുത്തു. ഇതുപോലെ ഓരോ കാര്യങ്ങൾക്കും ഏത് പാവപ്പെട്ടവൻ്റെ നിലവിളിക്ക് മുമ്പിലും ശിരസ് നമിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് LDF സർക്കാർ. കൈപിടിച്ച് അവരെ മുന്നോട്ട് നയിച്ച ഒരു ഗവൺമെൻറ്റാണ് LDF സർക്കാർ. ഞാൻ അതുകൊണ്ടാണ് LDF സർക്കാരിനെ ഇഷ്ടപ്പെടുന്നത്. കാരണം പറയുന്നത് പ്രവർത്തിച്ച് കാണിക്കും. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് LDF സർക്കാർ. അതുകൊണ്ട് തന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനൊക്കെ കേരളത്തിൻ്റെ പല ഭാഗത്ത് പോയിട്ട് ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ കൂടി നമ്മളും പോയി ഒരു സർവേ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ ഏതാണ്ട് 75% ആളുകളോടും പല ഭാഗത്തു നിന്ന് സംസാരിച്ചതിൽ LDF സർക്കാരിന് അനുകൂലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ജനങ്ങളും അതിൻ്റെ അകത്ത് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുമുണ്ട്. യുവാക്കളുണ്ട്, യുവതികളുണ്ട്, വീട്ടിലെ അമ്മമാരുണ്ട്, സഹോദരിമാരെ, ഒരുപാട് ആൾക്കാരെ, അതുപോലെ തന്നെ പ്രായമായ, അതായത് ഞാൻ പറഞ്ഞില്ലേ മുമ്പേ പറഞ്ഞ കണക്ക് പെൻഷനൊക്കെ മേടിച്ച് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ, അവരൊക്കെ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. ഞാൻ അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഒരുപാട് അവർ ഗവൺമെൻറ്റിനെ സ്നേഹിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു സർക്കാർ ഇനിയും തുടരും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഏതായാലും മെയ് 4-ന് റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം ജനങ്ങൾ എങ്ങനെ ചിന്തിച്ചു, എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളത് അപ്പോൾ അറിയാം. ഇനിയിപ്പോൾ അതല്ല, ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ചില പാർട്ടികളൊക്കെ മതിമറന്നങ്ങ് സന്തോഷിക്കുകയാണ്. ഇനി ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ സജീവമായ ചർച്ചയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൽ വാസ്തവമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഞാനീ പറഞ്ഞ കണക്ക് നന്മകൾ ചെയ്ത ഒരു സർക്കാരിനെ ജനങ്ങൾ കൈവിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ സർവേകൾ തെറ്റും. കഴിഞ്ഞ നിയമസഭാ സർവേയൊക്കെ തെറ്റായിരുന്നു കുറേയൊക്കെ. ഇപ്രാവശ്യം പറഞ്ഞ മുഴുവൻ ഇപ്പോൾ LDF സർക്കാരിനെതിരായിട്ടൊക്കെ പറയും. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ അന്നും ഇപ്പോഴും ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഈ സർവേ എല്ലാം പുറത്തു വന്നിട്ടും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഞാൻ പോയി സംസാരിച്ച ജനങ്ങളുടെ എല്ലാം ഉള്ളിൽ നിന്ന് വന്ന വാക്കുകൾ LDF സർക്കാരിന് അനുകൂലമായിട്ടാണ് ഞാൻ കേട്ടത്. കാരണം വികസനം ഉണ്ടായ 10 വർഷങ്ങളാണ് നാം കടന്നുപോയത്. അത് നമ്മുടെ റോഡുകളായിക്കോട്ടെ, പാലങ്ങളായിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, കോളേജുകളായിക്കോട്ടെ, മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഹോസ്പിറ്റലുകളായിക്കോട്ടെ, എല്ലാം നല്ല നിലവാരത്തിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ 1-2 വീഴ്ചകൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നു.
എന്തെങ്കിലും കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യുമ്പോൾ വിമർശനങ്ങളുണ്ടാവും. ആ വിമർശനത്തിൽ തളർന്നിരിക്കുന്ന ഒരു പാർട്ടിയല്ല LDF ഗവൺമെൻറ്. അതിൽ നിന്നൊക്കെ ഉയർന്ന് പറന്ന് വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാര്യശേഷിയുള്ള ഒരു ഗവൺമെൻറ്റാണ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ. ഈ പ്രാവശ്യം തന്നെ മൂന്നാം പിണറായി സർക്കാർ LDF വിജയിച്ചാൽ അതിലൊരു സംശയവുമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സഖാവ് പിണറായി വിജയൻ തന്നെ, അതിലൊരു മാറ്റവുമില്ല. അതിൻ്റെ അകത്ത് ഒരു തർക്കവുമില്ല. അതൊക്കെയാണ് LDFൻ്റെ ഒരു ഐക്യദാർഢ്യമായിട്ട് പോകുന്ന ഒരു കാര്യം. അപ്പോൾ 4-ാം തീയതി, ഇനിയിപ്പോൾ അധികം ദിവസമില്ല, 4-5 ദിവസമേ ഉള്ളൂ. 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ എന്തായിരിക്കാമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും നമ്മുടെ കേരളം അഭിവൃദ്ധിയിലേക്ക് വരട്ടെ, ഉന്നതിയിലേക്ക് വരട്ടെ, നല്ല ഒരു ലോകത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറട്ടെ. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. കേരളം, ഞാനൊരു കേരളീയനാണെന്ന്, മലയാളിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ്. കാരണം ഇന്നത്തെ സർവേ ഫലം പുറത്തു വന്നപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇവർ എങ്ങനെയാണ് ഈ സർവേ ഒക്കെ നടത്തിയതെന്ന് എനിക്കറിയില്ല. കാരണം അവരും ആധികാരികമായിട്ട് പല ആളുകളുമായിട്ടും പല ഗ്രൂപ്പുകളുമായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ വളരെ വലിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്ന ഏജൻസികളൊക്കെ ഒരുപാടാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തവണ UDF അധികാരത്തിൽ വരുമെന്നൊക്കെ. പക്ഷേ ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെ. അപ്പോൾ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. കാരണം എന്നാ വെച്ചാൽ ഇപ്പോൾ സമയമായിട്ട് 10:45 ആയി. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി നേരുന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, മഴയും ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടനാടിൻ്റെ പല ഭാഗങ്ങളിൽ, ആലപ്പുഴ, കുട്ടനാട്, ചങ്ങനാശ്ശേരി, കോട്ടയം ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം പല സ്ഥലങ്ങളിലും നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയൊക്കെ ഉണ്ടായിരുന്നു. പല ഭാഗങ്ങളിലായിട്ടൊക്കെയാണ് മഴ, നല്ല ശക്തമായ മഴ പെയ്തടമൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഒന്ന് കമൻസിലൊക്കെ ഒന്ന് അറിയിക്കുക. കാരണം മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചുട്ടുപൊള്ളുന്നല്ലേ ഈ ചൂടല്ലേ. ഇപ്പോൾ എന്തൊരു ചൂടായിരുന്നല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഈ രാവിലെയൊക്കെ, ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ എന്തൊരു ചൂടല്ലേ ശരിക്കും. ഈ മഴ വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ ഇന്ന് രാത്രിയിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ചെറിയ കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ പെയ്തതുകൊണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയുള്ള മഴകളൊക്കെ കിട്ടട്ടെ, പ്രകൃതിയും ഒക്കെ ഒന്ന് തണുക്കട്ടെ. അതുപോലെ തന്നെ മനുഷ്യരിലെ വിദ്വേഷവും ദേഷ്യവും അരിശവും അതുപോലെ പകയും വഞ്ചനയും ഒക്കെ മാറട്ടെ. എല്ലാ മനുഷ്യരും നമ്മളുടെ കേരളത്തിൻ്റെ മക്കളാണെന്നുള്ള ഒരു അവബോധം ഉണ്ടാകട്ടെ. പല കാര്യങ്ങളിലും നമ്മളെ ഒരു പൊതു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയം മറക്കത്തില്ലേ, മതങ്ങൾ മറക്കത്തില്ലേ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കോവിഡ് സമയത്ത് അല്ലേ, നമ്മളെല്ലാ ആൾക്കാരും ക്യാമ്പുകളിൽ ഒന്നിച്ചല്ലേ പല ആൾക്കാരും കഴിഞ്ഞത്. സ്കൂളുകളിൽ അവിടെ ആരെങ്കിലും മാറി താമസിക്കുകയോ മറ്റോ ചെയ്തോ? ഇല്ല. അപ്പോൾ അവിടെ എല്ലാ ആൾക്കാരും ഒരേ മനസ്സോടുകൂടി താമസിച്ചു. ഒരസുഖം വന്നാലേ, ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ നമുക്ക് കണ്ടതാണ്, എല്ലാവരും ഒന്നിച്ചാണ് പ്രവർത്തിച്ചത് അല്ലേ. അതുപോലെ പ്രകൃതി ക്ഷോഭങ്ങൾ വരുമ്പോഴേ ഒക്കെ നമ്മൾ അതുപോലെ ആയിരിക്കണം. നമ്മൾ മനുഷ്യരാണ്. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എല്ലാവരും ഒരു ഘട്ടം വരുമ്പോൾ ഒന്നിച്ച് നിൽക്കും. അതുപോലെ എന്നും ആ ഒരുമയുണ്ടാകണം, സ്നേഹം ഉണ്ടാകണം, ഐക്യമുണ്ടാകണം. നമ്മളൊരു മനുഷ്യനാണെന്നുള്ള ഒരു ചിന്ത. എൻ്റെ സഹോദരൻ അവൻ ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അവനൊരു കാര്യം വരുമ്പോൾ, എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് കേട്ടോ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരുമുണ്ട്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്കറിയാം, ഞാൻ അവരുടെ എന്താവശ്യത്തിനും ഞാൻ അവരുടെ കൂടെ ചെല്ലും. അത് കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഇനിയും ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം സഹോദരനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവരുടെ ഒരു ആവശ്യം, എൻ്റെ ഒരു സുഹൃത്തുക്കളുടെ ആവശ്യത്തിന് ഞാൻ അവരുടെ കൂടെ എന്നും ഏത് കാര്യത്തിലും ഉണ്ടാവും.
ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കറിയാം അല്ലേ? എൻ്റെ സുഹൃത്ത് വലയങ്ങളിൽ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഉണ്ട്. ഞാൻ അവരോട് ഒരു അതിർവരമ്പും വെച്ചിട്ടില്ല. എല്ലാവരോടും എനിക്ക് സ്നേഹവും ബഹുമാനവും അടുപ്പവും ഒക്കെ ഉള്ളൂ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഓരോ വ്യക്തിയെ. അപ്പോൾ നമ്മുടെ 4-ാം തീയതിയിലെ കാര്യം പറയുന്നത്, 4-ാം തീയതി ഇലക്ഷനൊക്കെ വിജയിച്ച് കഴിയുമ്പോൾ ഏത് പാർട്ടിയാണേലും അധികാരത്തിൽ വരുമ്പോൾ നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. കേരളത്തിൻ്റെ നന്മ മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ നന്മയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം മറന്നുകൊണ്ട് ഒരമ്മ പെറ്റ മക്കളെ പോലെ നല്ല ഒരു നേതൃത്വം നമുക്ക്, അതായത് നമുക്ക് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഒരു നല്ലൊരു നേതൃത്വം വരട്ടെ. പക്ഷേ ഒരു കാര്യം ഞാനിപ്പോൾ അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ശുഭരാത്രി. നന്ദി, നമസ്കാരം. താങ്ക് യു.